അൽഹംദുലില്ലാ, നല്ല കുടംപുളിയിട്ട ചൂരക്കറിയും നല്ല ചെങ്കലവ മീൻ പുളി വെച്ചതും ഇവിടെ റെഡിയായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നല്ല കുടംപുളിയിട്ട ചെങ്കലവക്കറിയും നല്ല ചൂരമീൻ കറിയും ഉണ്ടാക്കിയാലോ? അപ്പോൾ ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കിയപ്പോൾ ഉലുവയും കരിവേപ്പിലയും സവാളയും ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ചെറിയുള്ളിയും ഇത് വഴണ്ട് വന്നപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് അരച്ചു വെച്ച തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം കുറവാണ് തോന്നുന്നത്. കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം കറി ഒരു വിധം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാം. അപ്പം കറി തിളക്കും. 5 മിനിറ്റ് അടച്ചു വെച്ച് അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മീൻ 5 മിനിറ്റ് കഴിഞ്ഞ് അതിൽ കുറച്ച് വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് തല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തല ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും, വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് കറി തുറന്ന് നോക്കാം. അപ്പോൾ കറി നല്ല റെഡിയായി വന്നേക്കാണ്. അപ്പോൾ 2 കറി വയ്ക്കുന്നത് കൊണ്ട് ഇപ്പം ഇതിന് കടുക് താളിക്കുന്നില്ല. അപ്പം രണ്ടും കൂടെ ഒത്ത് താളിക്കാം. അൽഹംദുലില്ലാ, ഇപ്പോൾ ചൂരക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.